അങ്ങനെ ഒടുവിൽ പാറ്റകളുടെ ചിറകടിക്ക് മുമ്പിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ജെൻസി പിള്ളേരെ അറിയത്തില്ല, പുതിയ തലമുറയെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ 6 ഇഞ്ച് 8 ഇഞ്ചും ഒക്കെ നെഞ്ചു പിരിച്ച് നിന്നിട്ട് അവരുടെ ബലത്തിൽ ജെൻസി പിള്ളേരെ നെഞ്ചത്ത് തുളയിട്ട് കളയും, പിന്നിൽ വെടിവെച്ച് കൊളത്തിക്കളയും എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ. ഇന്ത്യയിലെ പിള്ളേരെ നിങ്ങൾക്ക് അറിയത്തില്ല. അവര് നെഞ്ചും വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ നിഷ്ഫലമായി പോകും. ഈ സമയത്ത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെന്ന വാർത്ത എല്ലാ ചാനലുകളിലും ലൈവ് റിപ്പോർട്ടിംഗ് നടക്കുമ്പോൾ ജനൻ ടി വിയിൽ കൊടംപുളി ഇട്ട് വെച്ച അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മുടെ ചർച്ച. ഞാൻ ജനൻ ടി വി നോക്കിയിട്ട് അതിനകത്ത് മാത്രം ഈ വാർത്ത കാണുന്നില്ല. ജനൻ ടി വിക്കാരാ എത്ര ദിവസം നിന്റെ അധ്വാനവും നിന്റെ ശബ്ദമൊക്കെ ഊർജ്ജമൊക്കെ വെറുതെ പോയി. ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ നിങ്ങളുടെ മീഡിയയിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ബലത്തിൽ ശുഭിതരായി സംസാരിക്കുന്ന കുറെ ആളുകൾ. ഇവിടെ ഒന്നുമല്ല, ഞങ്ങളാണ് ഇവിടെ തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് ഈ രാജ്യം എന്നൊക്കെ പറയുന്ന ആളുകൾ. ഈ രാജ്യത്തെ നിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്ത് നിങ്ങളല്ലാത്ത അനേകായിരം കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ഈ അശ്ലീല, ഈ വിഘടന ചിന്തയല്ലാത്ത 100 കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്. ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാം നിങ്ങൾക്കൊപ്പമല്ല. മനുഷ്യത്വരഹിതമായി ചിന്തിക്കുന്ന, മാനവരാശിക്ക് ഗുണമില്ലാത്ത മനുഷ്യർ മാത്രമാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. എന്റെ പൊന്നാര പ്രിയപ്പെട്ട കാവിപ്പട സുമേഷേ, എല്ലാ കാലത്തും ഈ അധികാരത്തിന്റെ ഹുങ്കും ആൽബലവും കണ്ട് എല്ലാം കീഴടക്കാമെന്നും എല്ലാവരും നിശബ്ദമാക്കാമെന്ന് വിചാരിക്കണ്ട. ഇന്ത്യയിലെ മനുഷ്യരുണ്ടല്ലോ, അവർക്ക് യുവതലമുറയെ ഭാവി എങ്ങനെ ആവണമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ രാജിവെപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. ഇവിടുത്തെ തലമുറയെ, ഇനി വരാൻ പോകുന്ന തലമുറയെ എങ്ങനെ അവർ ഭാവി ഭാസുരമാക്കുന്നുള്ള ബോധ്യമുള്ള ജനങ്ങൾ. അവരിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമുള്ളവനില്ലാത്തവരുണ്ട്. ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ആക്ടേഴ്സ് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അവരെല്ലാം പോയതിനു വേണ്ടിയാ? ഇവിടെ ചില നമ്മുടെ മേജർ രവി പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയും കള്ളിനും വേണ്ടിയാണെന്നൊക്കെ പറയുന്ന അത്തരം വൃത്തികെട്ട ചിന്താഗതിയുള്ള മനുഷ്യർ ഇന്ത്യയിൽ വളരെ തുലവും കുറവാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. നിഷ്കളങ്കമായി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താടാ? നിന്റെ മാതിരി മുഖം മറച്ചു വന്നിട്ട് ഏതെങ്കിലുമൊക്കെ മതക്കാരന് ചീത്ത വിളിക്കലല്ലടാ രാജ്യസ്നേഹം. രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവന്റെ അറിവും അവന്റെ കഴിവും അവന്റെ ആരോഗ്യവും അവന്റെ സമ്പത്തും എല്ലാം രാജ്യത്തിന് ഉപയുക്തമായ രൂപത്തിൽ, ഗുണഫലമാകുന്ന രൂപത്തിൽ പ്രയോഗിക്കലാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഞാനാണെങ്കിലും നീയാണെങ്കിലും നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ആരോഗ്യം, നിന്റെ കഴിവെല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയോ അഫ്ഗാനിസ്ഥാന് വേണ്ടിയോ ബംഗ്ലാദേശിന് വേണ്ടിയല്ല. എന്നിട്ടും ഈ രാജ്യത്തുള്ള പാവപ്പെട്ട മനുഷ്യരെ അവന്റെ താടിയും തൊപ്പിയും കണ്ടിട്ട് ഭീകരവാദിയും തീവ്രവാദിയാക്കുക. ഈ രാജ്യത്തുള്ള മനുഷ്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്ന സമരത്തിൽ ഒരു തൊപ്പിക്കാരൻ താടിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയുക ഇത് ജിഹാദികൾ നയിക്കുന്ന തീവ്രവാദികൾ നയിക്കുന്ന സമരങ്ങളാണെന്ന് പറയുക. ഒടുവിൽ എന്തായി? ഏത് തീവ്രവാദി ആയിക്കോട്ടെ ഭീകരവാദി ആയിക്കോട്ടെ, ഒടുവിൽ ജെൻസി പിള്ളേർ നടത്തിയ സമരം ഫലം കണ്ടില്ലേ? നിന്റെ നേതാവിനെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടുണ്ട്. അതാടാ ഇന്ത്യ. അതാണ് ഇവിടെ ഞാനല്ലടാ ജയിച്ചത്, നീയുമല്ല ജയിച്ചത്, നമ്മളാണ് വിജയിച്ചത്. ഇന്ത്യൻ ജനാധിപത്യമാണ് വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യമേ വിജയിക്കൂ. ജയ് ഹിന്ദ്.